എൻ്റെ പേര് ജോജി, എൻ്റെ വൈഫ് മെർലിൻ, കുഞ്ഞ്. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ 2-3 മാസക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ദൈവാനുഭവം ഉണ്ടായി. അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഐശ്വര്യോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. എന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. മറ്റൊരു ഇതുള്ളത്, കുഞ്ഞിന് ഏകദേശം 1.5 മാസക്കാലമായപ്പോൾ മെർലിന് അതിവേദനയും പുറം വേദനയും വയറുവേദനയൊക്കെ ആയി അനുഭവപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ആശുപത്രി അഡ്മിറ്റാക്കി. ഞങ്ങൾ സൗദി അറേബ്യയിലായിരുന്നു. ആ സമയത്ത് വീട്ടിൽ വിളിച്ച് അച്ഛനോട് സംസാരിക്കുകയും അച്ഛനോട് പ്രാർത്ഥന സഹായം അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ആദ്യം അവർ പറഞ്ഞത് മഞ്ഞപ്പിത്തമാണെന്നാണ് പറഞ്ഞത്. ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം പ്രാർത്ഥനാ സഹായത്താലും ദൈവാനുഗ്രഹത്താലും മഞ്ഞപ്പിത്തമൊന്നും ഉണ്ടാകാതെ, മഞ്ഞപ്പിത്തം ഒരു വൈറലായിട്ട് ഒരു ഇൻഫെക്ഷനും ഇല്ലെന്നുള്ളത് കാണാൻ സാധിച്ചു. തുടർന്ന് കുറേ ടെസ്റ്റുകൾ നടത്തി. അതിന് ഇവിടെ വന്നതിന് ശേഷവും ഞങ്ങൾ കാരിത്താസിലൊക്കെ പോയി ടെസ്റ്റുകളെല്ലാം നടത്തി. അതിൻ്റെ അകത്തു നിന്നെല്ലാം പ്രാർത്ഥനയും ദൈവാനുഗ്രഹത്താലും മഞ്ഞപ്പിത്തമോ മറ്റു വലിയ രോഗങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു സ്റ്റോണിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിന് 3 മാസക്കാലം മരുന്ന് കഴിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടിയിരിക്കുന്നു. ഇതൊരു ദൈവാനുഗ്രഹവും പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. മറ്റൊരു വിഷയം കൂടെ പറയാനുള്ളത്, ഞങ്ങൾക്ക് നാട്ടിൽ വരാൻ കുറച്ച് റെസിഡൻസ് പെർമിറ്റിൻ്റെ റിന്യൂവൽ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതും പ്രാർത്ഥനാ ഫലം മൂലം അതെല്ലാം എത്രയും പെട്ടെന്ന് ലഭിച്ചു. ഞങ്ങൾക്ക് നാട്ടിൽ വരാൻ സാധിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അച്ഛനും നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിച്ചതിന് ദൈവത്തിൻ്റെ കാരണത്തിനായി ഞങ്ങൾ 1000 നന്ദി പറയുന്നു. തൻ്റെ ജീവിതത്തിൽ ലഭിച്ചതായ അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് തൻ്റെ ഔദാര്യത്തോടെ, കർത്താവ് തൻ്റെ സ്നേഹത്തോടെ അവനോട് വിശ്വസ്തയോടുകൂടി ജീവിച്ചു കൊള്ളാമെന്നും സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്നും തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി കൊള്ളാമെന്നും വ്യക്തമായൊരു ഉറപ്പ് കർത്താവിന് കൊടുത്തപ്പോൾ കുഞ്ഞിനെ ലഭിക്കുന്നു. രോഗം ബാധിച്ചു എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോഴും ദൈവത്തിൽ ആശ്രയം വെച്ചു. ഇൻഫെക്ഷനോ മാരകമായ രീതിയിലൊന്നും രോഗമാകാതെ അതിൽ വിടുതൽ ലഭിച്ചു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എന്നും എപ്പോഴും ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്നവനോട് സ്നേഹത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ അവൻ തൻ്റെ പ്രാർത്ഥന കേൾക്കും, അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകേണ്ടത്. വിശ്വാസം, വിശുദ്ധി, വിശ്വസ്തത, ആ കൃപ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുഞ്ഞിനു വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.